പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. എനിക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ ഉമ്മ വയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. അത് ആക്ടിങ് ആണെങ്കിലും. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ്, ലിപ് ലോക്ക് ചെയ്യും ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. എന്താ ഇത്? കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. കുഞ്ഞു ഡ്രസ് ഇട്ടോണ്ട് ഇങ്ങനെ എടുക്കണം. പിള്ളേരെ എടുക്കുന്ന പോലെ ഇയാളെ എന്നെ എടുക്കണം. എടാ നാറി, അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കലും കാരണം. അതെന്താ രേണു? അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതില്ല, പുറകെ നിന്നുള്ള ആംഗിളാ വെക്കുന്നത്. രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ. ഈ സൂക്കേട് വേറെയാ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഇവർ ഈ കള്ള വിപിലാലെന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതും പോരാഞ്ഞിട്ട് ഞാൻ അപ്പം ദാസേട്ടനും പ്രതീഷും ഒക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പറയുന്ന കേക്കണം, സാർ കേക്കണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിലാൻ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു അന്ത്യമില്ലേ? ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം. ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.